കോടതിയിൽ വാദം തുടരുകയാണ്. പ്രോസിക്യൂഷൻ അതിശക്തമായി ഈ ജാമ്യാപേക്ഷയെ കോടതിയിൽ എതിർക്കുന്നുണ്ട്. പരാതിക്കാരിയുടെ പരാതി കോടതിയിൽ പ്രോസിക്യൂഷൻ വായിക്കുകയും ചെയ്തു. അതിൽ കൃത്യമായി അവർക്ക് വിഷമമുള്ള കാര്യങ്ങൾ അവർ അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. കോടതി അതിൽ ഒരു തീരുമാനമെടുക്കാൻ പോകുന്നതേ ഉള്ളൂ. കോടതി ആ ഇരുഭാഗത്തിൻ്റെയും വാദം വിശദമായി തന്നെ പരിശോധിച്ചൊരു തീരുമാനം ഇപ്പോൾ എടുക്കുമോ അതോ അത് വിധി പറയാൻ മാറ്റുമോ എന്നൊന്നും അറിയില്ല. ഒരിക്കൽ കൂടി വിഷ്ണു, രാഹുൽ സുരേഷിലേക്കാണ് നമ്മൾ പോകുന്നത്. അശ്വിൻ പാലാഴിയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അശ്വിൻ, കോടതി നടപടികൾ ഇപ്പോഴും തുടരുകയാണോ? പ്രോസിക്യൂഷൻ വാദം അവസാനിപ്പിച്ചോ? പ്രോസിക്യൂഷന്റെ വാദം ഇപ്പോഴും തുടരുകയാണ് വിജയകുമാർ. ഏറ്റവും പ്രധാനമായി ഈ പുതിയ വകുപ്പുകൾ, BNS ചേർത്തിരിക്കുന്ന പുതിയ വകുപ്പുകളുടെ ഉദ്ദേശം തന്നെ ഇത്തരം കുറ്റകൃത്യം തടയുക എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. അനുവാദമില്ലാതെ ദുരുദ്ദേശത്തോടെ കയ്യിൽ പിടിച്ചു എന്നത് തന്നെ കുറ്റമാണ് എന്ന് പ്രോസിക്യൂഷൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഒപ്പം ഈ പരാമർശങ്ങളെല്ലാം ദ്വയാർത്ഥ പ്രയോഗമാണ് എന്ന് ഉറപ്പാണ് എന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കുന്നു. സെക്ഷൽ കളേഡ് റിമാർക്ക് തന്നെ എന്നും പ്രോസിക്യൂഷൻ പറയുന്നുണ്ട്. നടി പോലീസിന് നൽകിയ പരാതി അത് പൂർണ്ണമായും കോടതിക്ക് മുന്നിൽ ഇപ്പോൾ പ്രോസിക്യൂഷൻ വായിക്കുകയും ചെയ്തു. അന്ന് പ്രചരിച്ച വീഡിയോ ദൃശ്യങ്ങൾ പിന്നീട് മോശം അർത്ഥത്തിൽ പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഒപ്പം ദ്വയാർത്ഥ പ്രയോഗം വീഡിയോ കണ്ട എല്ലാവർക്കും മനസ്സിലാകുമെന്ന് കൂടി കോടതിയിൽ പ്രോസിക്യൂഷൻ പറയുന്നു. അതായത് ഇതൊന്നും ദ്വയാർത്ഥ പ്രയോഗങ്ങളല്ല, അറിയാതെ വന്നു പോയതാണ് എന്നുള്ള പ്രതിഭാഗത്തിന്റെ വാദത്തിന് എതിർവാദങ്ങളാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ നടത്തുന്നത്. ഒപ്പം പരിപാടി കഴിഞ്ഞ് ഇതുമായി ബന്ധപ്പെട്ട കോർഡിനേറ്ററോട് ഇതുമായി ബന്ധപ്പെട്ട പരാതി പറഞ്ഞുവെന്ന നടിക്ക് വേണ്ടി പ്രോസിക്യൂഷൻ പറയുന്നുണ്ട്. പിന്നീട് ഒരു ജിമ്മിന്റെ ഉദ്ഘാടനമായി പോയപ്പോൾ അവിടെയും സമാനമായ പ്രശ്നം നേരിടേണ്ടി വന്നു എന്നുള്ള കാര്യം കൂടി ഇതിനോട് ചേർത്ത് പ്രോസിക്യൂഷൻ പറയുന്നു. എന്തായാലും അതിന് പിന്നാലെ ഒരു ഓൺലൈൻ ചാനൽ, ജാങ്കോ സ്പേസ് എന്ന ഓൺലൈൻ ചാനലിന്, യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ പേര് ഒരു കാര്യവുമില്ലാതെ അനാവശ്യമായി പറഞ്ഞ് തന്നെ അപമാനിച്ചു, അശ്ലീൽ ചെവിയോട് കൂടി സംസാരിച്ചു എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. ആ വീഡിയോയുടെ ലിങ്ക് കൂടി കോടതിക്ക് മുന്നിൽ നൽകുന്നുണ്ട്. ജാമ്യം നൽകരുതെന്ന് ആവർത്തിക്കുകയാണ് പ്രോസിക്യൂഷൻ. ഒപ്പം പ്രതിഭാഗത്തിന്റെ വാദം കൂടി ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് പോലും വേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് പ്രതിഭാഗം പറയുന്നത്. ഒപ്പം ഈ വീഡിയോയിലൊന്നും ദ്വയാർത്ഥ പ്രയോഗങ്ങളോ അല്ലെങ്കിൽ അപമാനിക്കുന്ന തരത്തിലുള്ള വാദങ്ങളോ ഇല്ല എന്ന പ്രതിഭാഗം പറയുന്നുണ്ട്. അതിന് തെളിവായി വീഡിയോ നൽകാം, അത് ആവർത്തിച്ച് പരിശോധിച്ചാൽ പ്രതിഭാഗം പറയുന്ന കാര്യങ്ങൾ തെളിയുമെന്നാണ് പറയുന്നത്. എന്തായാലും ഈ സമയത്ത് വീഡിയോ പരിശോധിക്കാൻ ബുദ്ധിമുട്ടാണ്, അതിനുള്ള സമയമില്ല എന്നുള്ളതാണ് കോടതി പറയുന്നത്. പരാതിക്കാരിക്കെതിരെ ചില പരാമർശങ്ങൾ കൂടി ഗോപി ചെമ്മണ്ണൂർ അഭിഭാഷകൻ കോടതിയിൽ ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് മുഴുനീള സമൂഹ മാധ്യമങ്ങളിൽ ഒരു പബ്ലിസിറ്റിയായി ഈ കേസിനെ നടി കാണുന്നു, വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു പരാമർശമാണ് നടത്തുന്നത്. എന്തായാലും പ്രതിഭാഗത്തിന്റെ വാദം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് വിജയകുമാർ. എന്തായാലും ജാമ്യം നൽകരുത് എന്ന് ആവർത്തിച്ച് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിക്കുന്നുണ്ട്. തുടർച്ചയായി ഈ സൈബർ ആക്രമണം ഉണ്ടാകുന്നതിന്റെ ശാസ്ത്രീയ തെളിവുകൾ അന്വേഷണ സംഘം ഇതിനോടകം പ്രോസിക്യൂഷൻ കോടതിക്ക് കൈമാറിയിട്ടുണ്ട്. കോടതി അത് വിശദമായി പരിശോധിക്കും. അതിനുശേഷമായിരിക്കും കോടതി അതിലൊരു ഉത്തരവ് പറയാൻ പോകുന്നത്. ഏത് സമയത്തും അന്വേഷണവുമായി സഹകരിക്കും, അതുകൊണ്ട് ജാമ്യം അനുവദിക്കണം എന്ന് പ്രതിഭാഗം ആവശ്യപ്പെടുന്നു. പോലീസ് ആവശ്യപ്പെട്ടാൽ ഹാജരാകുമെന്നതടക്കമുള്ള ഏത് നിബന്ധനയും അംഗീകരിക്കാമെന്നതുൾപ്പെടെ പ്രതിഭാഗം കോടതിയെ അറിയിക്കുന്നുണ്ട്. കോടതിയുടെ തീരുമാനം വരാൻ പോകുന്നതേ ഉള്ളൂ. പ്രതി ഒളിവിൽ പോകാൻ സാധ്യതയുണ്ടെന്ന് റിമാൻഡ് റിപ്പോർട്ട് ഇതിനോടകം പ്രോസിക്യൂഷൻ കോടതിയിൽ കൈമാറിയിട്ടുണ്ട്. ബോബി ഒളിവിൽ പോകുമെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. അപ്പോൾ ജാമ്യം ലഭിച്ചാൽ തെളിവ് നശിപ്പിക്കുക, മറ്റു സാക്ഷികളെ സ്വാധീനിക്കുക, അത്തരം ആശങ്ക കൂടി പ്രോസിക്യൂഷനുണ്ട്. അതും കോടതിയെ അറിയിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളിലേക്ക് നമ്മൾ വരും.